മിക്ക വീടുകളിലും അമ്മമാർ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൂട്ടുന്നത് നാളെ എന്ത് കറി വയ്ക്കും എന്നതിനെ പറ്റിയാണ്. ചെറിയ രീതിയിൽ ഇതിനൊരു പരിഹാരം എന്ന പോലെ മീനില്ലാതെ കൈപ്പയ്ക്ക കൊണ്ടൊരു മീൻകറി തയ്യാറാക്കിയാലോ? അതിനായി ഞാനിവിടെ ഒരു കൈപ്പയ്ക്ക ചെറുതാക്കി അരിഞ്ഞ് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. മീൻകറി തയ്യാറാക്കുവാനായി ഞാനിവിടെ മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പകുതി തക്കാളി അരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. പൊടികളുടെ പച്ചച്ചുവ എല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കൈപ്പയ്ക്കയും 3-4 അല്ലി കുടപ്പുളിയും ഇട്ടുകൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. കറി നന്നായി തിളച്ച് ചെറിയ കട്ടിയോട് കൂടി കുറുകി വന്നു കഴിഞ്ഞാൽ ചെറിയുള്ളിയും വേപ്പിലയും താളിച്ച് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രുചികരമായ കൈപ്പയ്ക്ക മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൈപ്പയ്ക്ക ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്